ഹലോ എവരിവൺ, നമസ്കാരം. മാർക്കറ്റിംഗിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു നിർത്തിയ ടോപ്പിക്കിന്റെ ഒരു കണ്ടിന്യൂസ് ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് സ്റ്റെപ്സ് ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഓർ ദ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്. ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മാർക്കറ്റിംഗ് പഠിക്കുന്ന സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാർക്കറ്റർ ആണെങ്കിൽ മാർക്കറ്റർ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്, ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റെപ്സ് ആണ്. സോ വാട്ട് യു മീൻ ബൈ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പാർട്ട് 1 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷൻസ്, ഇതൊക്കെ നമ്മൾ എന്താണ് പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ അതുകൊണ്ട് വീണ്ടും എന്താണ് ഡിസ്കസ് ചെയ്യുന്നില്ല. ദ ഡെവലപ്മെന്റ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഡിസൈൻ ദ പ്രോഡക്റ്റ് ടു മീറ്റ് ദ നീഡ് ഓഫ് കസ്റ്റമേഴ്സ്. The product development deals with the formulation of new product and the modification of the existing product so as to offer the new and the additional benefit to the targeted customers. വളരെ വ്യക്തമാണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം. The new product development or the product development that deals with എന്താ ഡീൽ ചെയ്യുന്നത്? The formulation of the new product, പുതിയ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ the modification of an existing product, നിലവിലുള്ള പ്രോഡക്റ്റിന് പുതിയ മാർക്കറ്റിംഗ് മിക്സ് കൊടുക്കുക, പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുക, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ പുതിയ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ മോഡിഫിക്കേഷൻസ് വരുത്തുക. ഇതെല്ലാം എന്താണ് ന്യൂ പ്രോഡക്റ്റിന്റെ ഭാഗമാണ്. സോ അതിന്റെ സ്റ്റെപ്സുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ്. ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ ഈസ് ഐഡിയ ജനറേഷൻ. ദ സെക്കൻഡ് വൺ ഈസ് idea screening. The third one is concept development and testing. Fourth one is business analysis. The fifth one is prototype development. The next one, test marketing, and the next one is commercialization, and the last one is post launch analysis. വളരെ സിമ്പിൾ ആയിട്ടുള്ള 8 സ്റ്റെപ്പുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐഡിയ ജനറേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് പോസ്റ്റ് ലോഞ്ച് അനാലിസിസ് വരെ നീളുന്ന 8 സ്റ്റെപ്പുകൾ. യെസ്, വൺസ് അഗൈൻ, ഐഡിയ ജനറേഷൻ, ഐഡിയ സ്ക്രീനിങ്, കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്, ബിസിനസ് അനാലിസിസ്, പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്, കൊമേഴ്ഷ്യലൈസേഷൻ ആൻഡ് ദ പോസ്റ്റ് ലോഞ്ച് അനാലിസിസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് പാർട്ടില് 4 പ്രോസസ്സുകളാണ്, അല്ലെങ്കിൽ 4 സ്റ്റെപ്പുകളാണ്. ഐഡിയ ജനറേഷൻ, ഐഡിയ സ്ക്രീനിങ്, concept development testing and the business analysis. സമയം കളയണ്ട. The first one is idea generation. So it is the first phase in the new product development process. It is the first phase. ഇവിടെയാണ് നമ്മൾ എന്താണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So the initial stage for the new product development process. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോസ്റ്റ് ലോഞ്ച് അനാലിസിസ് വരെ നീളുന്ന സ്റ്റെപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ this is the initial stage or the first phase for the new product development process. Every new product and every new product development process start with the idea generation. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൽ എന്ത് വേണം? ഒരു സ്പാർക്ക് ഉണ്ടായിരിക്കണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. Then അതാണ് നമ്മൾ എന്താണ് ഈ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. So the every new product and the every new product development process start with the idea generation. Okay, then എന്താണ് ഐഡിയ ജനറേഷൻ? അത് വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. The idea generation is the process in which creative thinking is used to generate large amount of idea or for the development of new product. So it is a process in which creative thinking is used to generate large amount of idea for the development of new product. ഇത് ക്രിയേറ്റീവ് പ്രോസസ്, ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? യൂസ്ഡ് ടു ജനറേറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഐഡിയ. നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഐഡിയ ജനറേറ്റ് ചെയ്യണം. അതിൽ നിന്നാണ് നമ്മൾ ബെസ്റ്റ് ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സോ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. ഓക്കെ, അപ്പൊ എവിടെ നിന്നൊക്കെ നമുക്ക് ഐഡിയ കിട്ടാം? The source of idea is classified into 2 heads. The first one is internal idea source and the second one is external idea source.
രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇന്റേണൽ ഐഡിയ സോഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റേണൽ ഐഡിയ സോഴ്സ്. ഇന്റേണൽ ഐഡിയ സോഴ്സ് include research and development activity. Second one is intrapreneurship. The company's employees at all level. Internal source രണ്ട് കമ്പനിയുടെ ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കമ്പനീസ് എംപ്ലോയീസ്. ടോപ്പ് ലെവൽ തൊട്ട് ലോവർ ലെവൽ വരെയുള്ള എല്ലാ എംപ്ലോയീസിന്റെയും കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. That it is simply means intrapreneurship. And the second main idea source is external idea source. External idea source like conducting survey, customer feedback, competitors analysis, report from expert, report or feedback from the distributors, suppliers, and also the brainstorming activities. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടാനുള്ള രണ്ട് മെയിൻ സോഴ്സുകളാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഐഡിയ ജനറേഷൻ. ഐഡിയ ജനറേഷൻ ഈസ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ദ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്. ഐഡിയ ക്യാൻ കളക്ട് ഫ്രം ടു സോഴ്സ്, ഇന്റേണൽ ഐഡിയ സോഴ്സ് ആൻഡ് ദ എക്സ്റ്റേണൽ ഐഡിയ സോഴ്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? യെസ്, മൂവിങ് ഓൺ ദ സെക്കൻഡ് സ്റ്റെപ്സ് ഓർ പ്രോസസ്, ഐഡിയ സ്ക്രീനിങ്. ഐഡിയ സ്ക്രീനിങ്ങിനകത്ത് നമുക്ക് എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം? ദ ഐഡിയ സ്ക്രീനിങ് മേക്ക് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദ ഐഡിയ ജനറേറ്റഡ്. ഇവിടെ നമ്മൾ ഇവാലുവേഷൻ ആണ് നടത്തുന്നത്. നമ്മൾ കളക്ട് ചെയ്ത നമ്മുടെ ഐഡിയയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദ ഐഡിയ ജനറേറ്റഡ്. Idea screening, which means in this stage the marketer or the firm critically evaluate the different ideas. Yes, screening ആണ് നടക്കുന്നത്. അപ്പോൾ സ്ക്രീനിങ് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞിരിക്കുക, the evaluate the idea pool and reduce it to a smaller and the more attractive set of potential new products. ഐഡിയ സ്ക്രീനിങ്ങിൽ നടക്കുന്ന കാര്യം എന്താണ്? evaluate the idea pool. ഐഡിയ പൂൾ എവിടെ നിന്ന് കിട്ടി? ഐഡിയ കളക്ടഡ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ ദ ഇനിഷ്യൽ സ്റ്റേജ്, ഐഡിയ ജനറേഷൻ. അപ്പൊ ഇവാലുവേറ്റിംഗ് ദ ഐഡിയ പൂൾ ആൻഡ് റെഡ്യൂസ് ഇറ്റ് ടു എ സ്മോളർ ആൻഡ് ദ മോർ അട്രാക്റ്റീവ് സെറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ന്യൂ പ്രോഡക്റ്റ്. നമ്മൾ എന്താണ് കിട്ടിയ 10 ഐഡിയ നമുക്ക് കിട്ടിയെങ്കിൽ 10 ഐഡിയ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഒന്നോ രണ്ടോ ഐഡിയ ആക്കി കൊണ്ടുവന്നു. മോർ അട്രാക്റ്റീവ് സെറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ന്യൂ പ്രോഡക്റ്റ്. സാധ്യതയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഐഡിയ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. സോ അതിനെ സ്ക്രീൻ ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത്. ദ സെലക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഐഡിയ ഈസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഐഡിയ സ്ക്രീനിങ്. അപ്പൊ ഐഡിയ നമ്മൾ സെലക്ഷൻ നടത്തുന്നത് എവിടെയാണ്? ഐഡിയ സ്ക്രീനിങ്ങിലാണ്. സോ ദ സെലക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ഐഡിയ ഈസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റിസൾട്ട് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഐഡിയ സ്ക്രീനിങ്. സോ എങ്ങനെ നമുക്ക് ഐഡിയ സ്ക്രീനിങ് കണ്ടക്ട് ചെയ്യാം? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഐഡിയ സ്ക്രീനിങ് പ്രോസസ്? വളരെ പെട്ടെന്ന് അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഐഡിയ സ്ക്രീനിങ്. ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് നോവൽറ്റി or innovation, something special or something new. Second one is attract the target market. Third one is competitive product. The fourth one is profitability. The next one is availability of raw material. Next one is production capacity. The last one is financial and the managerial capacity. അപ്പോൾ എന്താണ് factors influencing or factors affecting idea screening include the novelty, attract the target market, competitive product, the profitability, raw material availability, the production capacity and the financial and the managerial capacity. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യണം? ഐഡിയ സ്ക്രീനിങ്ങിൽ നോക്കണം. നമുക്ക് ലഭ്യമായിട്ടുള്ള ഐഡിയ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ അതിന് നോവൽറ്റി ഉണ്ടോ, പുതുമയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. Then it is a capacity to attract the target market. അപ്പൊ ടാർഗറ്റ് മാർക്കറ്റിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ദ പ്രോഡക്റ്റ് എങ്ങനെയുള്ളതായിരിക്കണം? കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ് ആണോ എന്ന് നോക്കുക. ദെൻ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, ദ ഫോർകാസ്റ്റിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ദെൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ദ ഫേം, ദ ഫിനാൻഷ്യൽ ആൻഡ് ദ മാനേജീരിയൽ കപ്പാസിറ്റി ഓഫ് ദ ഫേം.
സോ ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിനു ശേഷമായിരിക്കും നമ്മൾ സെലക്ഷനിലോട്ട് പോകുന്നത്. ദെൻ അതാണ് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഐഡിയ സ്ക്രീനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് മെയിൻ സ്റ്റെപ്പ് കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. എന്തൊക്കെയാണ് കോൺസെപ്റ്റ് ഡെവലപ്മെന്റുമായിട്ട് വേണ്ടത്? ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പ് ഐഡിയ ജനറേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഐഡിയ സ്ക്രീനിങ്. ദ തേർഡ് വൺ ഈസ് കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. When an idea or concept has been chosen, it is evaluated more carefully. So idea നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ജനറേറ്റ് ചെയ്തു, then അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിനെ സ്ക്രീൻ ചെയ്തു സെക്കൻഡ് സ്റ്റേജിനകത്ത്. ഇനി നമ്മൾ എന്താണ്, കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് സെലക്ട് ചെയ്ത ഐഡിയ ഒരു കോൺസെപ്റ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. Then the process of shaping and the refining the idea into a more complete product concept. Yes, it is a process of shaping and refining the idea. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഐഡിയ നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോവുകയാണ്, റിഫൈൻ ചെയ്യാൻ പോവുകയാണ് into a more complete product concept. ഒരു റിയൽ പ്രോഡക്റ്റിന്റെ അതേ രൂപത്തിലൂടെ നമ്മൾ അതിനെ ഷേപ്പ് ചെയ്യാൻ പോവുകയാണ്, റിഫൈൻ ചെയ്യാൻ പോവുകയാണ്. The product concept provides the detailed version of new product idea. പ്രോഡക്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തോട്ട് മാത്രമാണ് എങ്കിൽ അതിനെ നമ്മൾ എന്താണ് മറ്റുള്ളവരിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റ് ആക്കി ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ദ പ്രോഡക്റ്റ് കോൺസെപ്റ്റ് പ്രൊവൈഡ് ദ ഡീറ്റെയിൽഡ് വേർഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഐഡിയ. എന്റെ പ്രോഡക്റ്റ് ഐഡിയയുടെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണ് കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് വരുന്നത്. സോ ദ കൺസ്യൂമർ ഇവാലുവേറ്റ് ദ ഐഡിയ ഇൻ എ കോൺസെപ്റ്റ് ടെസ്റ്റ്. കോൺസെപ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആണ്. The consumer evaluate the idea in concept test. The firm collect information from the customers regarding their like and dislike of ideas. അപ്പോൾ വൺസ് ഞാൻ എന്താണ് ഒരു ഐഡിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺസെപ്റ്റ് ആക്കും. ആ കോൺസെപ്റ്റ് ഞാൻ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിന്റെ അടുക്കൽ അല്ലെ ടാർഗറ്റ് മാർക്കറ്റിന്റെ അടുക്കൽ ഞാൻ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. സോ ദ കൺസ്യൂമർ ഇവാലുവേറ്റ് ഐഡിയ ഇൻ കോൺസെപ്റ്റ് ടെസ്റ്റ്. ആ കോൺസെപ്റ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ പബ്ലിക്കിന്റെ അടുക്കൽ ഷെയർ ചെയ്യുമ്പോൾ കൺസ്യൂമർ ഇവാലുവേറ്റ് ദ ഐഡിയ. കൺസ്യൂമർ ഇവാലുവേറ്റ് ചെയ്ത് ഫേം കളക്ട് ദ ഇൻഫർമേഷൻ ഫ്രം ദ കസ്റ്റമേഴ്സ് റിഗാർഡിംഗ് ദെയർ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. എന്നിട്ട് എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിന്റെ ലൈക്കും ഡിസ്ലൈക്കും നമ്മൾ കളക്ട് ചെയ്യുന്നു. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഐഡിയ ഒരു കോൺസെപ്റ്റ് ആക്കി ആ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിന്റെ അടുക്കല് ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് എന്താണ് പേഴ്സന്റെ അടുക്കല് അല്ലെ സെലക്ടഡ് ഗ്രൂപ്പിന്റെ അടുക്കൽ നമ്മൾ ഷെയർ ചെയ്യുന്നു. അതുവഴി നമുക്ക് എന്താണ് അവരുടെ റെസ്പോൺസ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്കുകൾ അറിയാനായിട്ട് സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺസെപ്റ്റ് ടെസ്റ്റിംഗ് ഈസ് എ ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ് വേ ഓഫ് മെഷറിംഗ് കൺസ്യൂമർ പെർസെപ്ഷൻ. വളരെ പെട്ടെന്ന് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് കൺസ്യൂമർ പെർസെപ്ഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ മെഷർ ചെയ്യാൻ സാധിക്കുന്നു. സോ ദ കോൺസെപ്റ്റ് ടെസ്റ്റിംഗ് ഈസ് എ ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ് വേ ഓഫ് മെഷറിംഗ് കൺസ്യൂമർ പെർസെപ്ഷൻ. അതാണ് ഈ സ്റ്റെപ്പിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. കോൺസെപ്റ്റ് ടെസ്റ്റിംഗ് എങ്ങനെയാണ്, ക്വിക്കാണ്. ഒരു കോൺസെപ്റ്റ് നമുക്ക് യാതൊരുവിധ എക്സ്പെൻസും നമുക്ക് ആവശ്യമായിട്ടില്ല. നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ല, ലാർജ് നമ്പർ ഓഫ് സ്റ്റോക്ക് നമുക്കില്ല, ഉള്ളത് നമുക്കൊരു കോൺസെപ്റ്റ് മാത്രം. ഒരു ഐഡിയ കോൺസെപ്റ്റ് ആക്കി മാറ്റി ആ കോൺസെപ്റ്റ് ഞാൻ പബ്ലിക്കിന്റെ അടുക്കൽ ഷെയർ ചെയ്തു. കോൺസെപ്റ്റ് ടെസ്റ്റിംഗ് ഈസ് എ ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ് വേ ഓഫ് മെഷറിംഗ് കൺസ്യൂമർ പെർസെപ്ഷൻ. കൺസ്യൂമർ പെർസെപ്ഷൻ ഐദർ ലൈക്ക് ഓർ ഡിസ്ലൈക്ക്. നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. Then this help the firm to determine the initial attitude prior to expensive time consuming product development. അപ്പോൾ യാതൊരു എക്സ്പെൻസും മുടക്കാതെ ടൈം കൺസ്യൂമിംഗ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. So first one is idea generation, second one is idea screening, third one is കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ആരുടെ ടെസ്റ്റ് ചെയ്തു, പബ്ലിക്കിന്റെ അടുക്കൽ ടെസ്റ്റ് ചെയ്തു, അല്ലെ ലിമിറ്റഡ് നമ്പർ ഓഫ് പേഴ്സന്റെ അടുക്കൽ അല്ലെ സെലക്ടഡ് ഗ്രൂപ്പിന്റെ അടുക്കൽ ടെസ്റ്റ് ചെയ്തു. അതുവഴി എന്ത് സംഭവിച്ചു, ദ ഫേം കളക്ട് ദ ഇൻഫർമേഷൻ ഫ്രം ദ കസ്റ്റമേഴ്സ് റിഗാർഡിംഗ് ദെയർ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ഓഫ് ഐഡിയ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. ദ ഫോർത്ത് വൺ ഈസ് ബിസിനസ് അനാലിസിസ്. ഇവിടെയാണ് നമ്മൾ എന്താണ് ബിസിനസ് അനാലിസിസ്. ഐഡിയ ജനറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു, ഐഡിയ സ്ക്രീനിങ് സക്സസ്ഫുൾ ആയിരുന്നു. Then third സ്റ്റെപ്പിൽ നമ്മൾ കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് സക്സസ് ആയിരുന്നു, കൺസ്യൂമേഴ്സിന്റെ ലൈക്സ് വളരെ കൂടുതലായിരുന്നു. സോ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഫോർത്ത് സ്റ്റെപ്പ് ബിസിനസ് അനാലിസിസ്.
the stages of new development process that calls a preparing initial marketing plan for the product. In this stage, the fame preparing initial marketing plan. ഇനി നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് പ്ലാൻ ഡിസൈഡ് ചെയ്യണം, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം, ബഡ്ജറ്റ് ഫിക്സ് ചെയ്യണം, നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പൊ ഇവിടെ എല്ലാം ചെയ്യുന്ന എന്താണ്, നമ്മുടെ ബിസിനസ് അനാലിസിസ് ആണ്. സോ ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ബിസിനസ് അനാലിസിസ്. In this step or in this stage, the fame preparing the initial marketing plan for the new product. Okay, at this stage, the marketer analyzes the viability of the product idea selected. ഇവിടെ ചെയ്യുന്നതാണ് മാർക്കറ്റർ അനാലിസിസ് ദ വൈബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഐഡിയ. എന്റെ പ്രോഡക്റ്റ് എത്രമാത്രം വൈബിൾ ആണ് എന്ന്, അല്ലെങ്കിൽ എന്റെ ഐഡിയ എത്രമാത്രം വൈബിൾ ആണ് എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു, എന്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് ഞാൻ പഠിക്കുന്നു. The key objective of this stage is to obtain the useful forecast of the market size, operational cost and the financial projections. ബിസിനസ് അനാലിസിസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്താൽ ഒരു ഫെയിമിന് അല്ലെങ്കിൽ ഒരു മാർക്കറ്റർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം? obtain the useful forecast of market size. മാർക്കറ്റ് സൈസ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, which means the demand analysis. Second one is operational cost. Operational cost include the production cost. Appo then it help to identify the production cost or the operational cost and the financial projection in terms of sales and profit. Financial projections നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ അപ്പം എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. The factors consider the business analysis stage. എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം ബിസിനസ് അനാലിസിസ് സ്റ്റേജിനകത്ത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഡിമാൻഡ് പ്രൊജക്ഷൻ or the identification of market size or identify the target market. ഫസ്റ്റ് ബിസിനസ് അനലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഡിമാൻഡ് പ്രൊജക്ഷൻ ആണ്. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിന്റെ സൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് സൈസ് ഐഡന്റിഫൈ ചെയ്യുക. ലാർജ് ആണോ സ്മോൾ ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ പ്രോഡക്റ്റ് ഇത്രയും ഇൻവെസ്റ്റ്മെന്റിൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചാൽ അതിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡിമാൻഡ് പ്രൊജക്ഷൻ. സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് പ്രൊജക്ഷൻ. The production cost and the other cost to forecast the cost. The third one is competition analysis. Business analysis നടത്തുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ് ആണെങ്കിൽ the firm should analyze the competitive product. The next one is required investment. Required amount of investment analyze ചെയ്യുക. Next one, the financial projection in terms of sales and the profit. Sales എത്രമാത്രം ഉണ്ടാകാം, പ്രോഫിറ്റ് എത്രമാത്രം ഉണ്ടാകാം, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ നടത്തുക or forecasting. Then internal study. Internal studies include the discussion with the production department, purchasing department, marketing personnel, etc. etc. So ഒരു ഇന്റേണൽ അനാലിസിസ് നടത്തുക. നമ്മൾ നടത്താൻ പോകുന്ന ഐഡിയ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പർച്ചേസിംഗ് നടത്താനായിട്ട് സാധിക്കുമോ അൺഇന്ററപ്റ്റഡ് ആയിട്ട്? നമ്മുടെ മാർക്കറ്റിംഗ് ചാനൽസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടാനായിട്ട് സാധിക്കുമോ? സോ internal study include the discussion with the production department, purchasing department, marketing department and all functional department. The last one is external marketing studies. Yes, customer feedback, conduct a different surveys, distributor surveys, competitors analysis, etc. Yes, അപ്പോൾ ഒരു സക്സസ്ഫുൾ പ്രോഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബിസിനസ് അനാലിസിസ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുക. ഈ പറഞ്ഞ ഫാക്ടേഴ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുക. സോ 4 സ്റ്റെപ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദ ഫസ്റ്റ് വൺ ഈസ് ഐഡിയ ജനറേഷൻ, ദ സെക്കൻഡ് വൺ ഈസ് ഐഡിയ സ്ക്രീനിങ്, ദ ഫോർത്ത് വൺ ഈസ് കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്, ദ ഫോർത്ത് വൺ ഈസ് ബിസിനസ് അനാലിസിസ്. അപ്പൊ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ എസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ 4
സ്റ്റെപ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് ഐഡിയ ജനറേഷൻ, ഐഡിയ സ്ക്രീനിങ്, കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ദ ലാസ്റ്റ് വൺ ഈസ് ബിസിനസ് അനാലിസിസ്. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ രണ്ടാം ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.